പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നവംബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആരംഭിക്കുകയാണ്. അതായത് 2020 നവംബർ 27 തീയതി മുതൽ നിങ്ങൾക്ക് റേഷൻ കടകളിലൂടെ കാർഡിൻ്റെ നിറം നോക്കാതെ, നമ്പർ നോക്കാതെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് അത് നവംബർ മാസത്തിലേത് വാങ്ങാൻ സാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൽ നിന്ന്, അതായത് സപ്ലൈകോ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം ആദ്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഹലോ, ഈ നവംബർ മാസത്തിലെ സൗജന്യ കിറ്റ് ഉണ്ടല്ലോ, അത് ഈ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള വിതരണമായിട്ടുണ്ടോ? 27 തൊട്ടാണ്, ഇന്ന് തൊട്ട് വിതരണം ഉണ്ടല്ലേ? അതായത് നവംബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഇന്ന് മുതൽ നിങ്ങൾക്ക് റേഷൻ കടകളിലൂടെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കിറ്റുകൾ കൈപ്പറ്റാമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒക്ടോബർ മാസത്തിലെ കിറ്റ് തന്നെ ഇതുവരെ APL വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിച്ചിട്ടില്ല. ഈ കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ വ്യത്യസ്ത സമയങ്ങളും തീയതികളും ഒക്കെ പറഞ്ഞിരുന്നു. സർക്കാർ അറിയിച്ചിട്ടുള്ള തീയതികളെല്ലാം സമകാലികം യൂട്യൂബ് ചാനലിലൂടെ ജനങ്ങളുമായി നമ്മൾ സംവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം റേഷൻ കടകളിലെത്തിയ നിരവധി ആളുകളാണ് കിറ്റ് ലഭിക്കാതെ മടങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഒക്ടോബർ മാസത്തിലെ കിറ്റ് ലഭിക്കാത്ത ലക്ഷക്കണക്കിന് വരുന്ന APL കാർഡ് ഉടമകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നവംബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് കേരള സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യം നമ്മൾ സപ്ലൈ വിഭാഗത്തിന്റെ ഓർമ്മയിൽപ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കേൾക്കുക. പല റേഷൻ കാർഡിലും കിറ്റ് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. പോയിട്ട് അതെന്തെന്ന് വെച്ചാൽ ഈ ഒക്ടോബറിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല പലയിടത്തും, അല്ലേ? അപ്പൊ അതും കൂടി ഇതിന്റെ കൂടെ കൊടുക്കുന്നോണ്ടാണ് 1-2 തവണ പോയി മടങ്ങേണ്ടി വരും. അല്ലാതെ ഇപ്പം ചെയ്യാൻ പറ്റും. താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിങ്ങളുടെ റേഷൻ കാർഡില് നമ്പർ ഇല്ലേ, താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഒന്ന് വിളിച്ച് അറിയിച്ചാൽ മതി. അവിടുന്നാണ് ഇതിന്റെ എണ്ണമൊക്കെ തിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വിഭാഗം തന്നെ സമ്മതിക്കുന്നുണ്ട്, കിറ്റുകൾ കൃത്യമായ രീതിയിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും ജനങ്ങൾ പല പ്രാവശ്യം റേഷൻ കടകളിലെത്തി മടങ്ങുന്നുണ്ട് എന്ന വിവരം അവരുടെ മുന്നിൽ കൃത്യമായ ധാരണയുണ്ട്. എങ്കിൽ പോലും ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നവംബർ മാസത്തിലെ കിറ്റ് വിതരണം ഇന്ന് ആരംഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ സമകാലികം യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ കിറ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പിറകു വശത്തുള്ള താലൂക്ക് സപ്ലൈ ഓഫീസുകളിലേക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ നമ്പർ നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷണം നടത്തിയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ കിറ്റ് വാങ്ങാൻ വേണ്ടി പോവുക. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വാഭാവികമായിട്ടും കിറ്റ് ലഭിക്കാതെ മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ സാധാരണക്കാരായ ജനങ്ങളുടെ അറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന സമകാലികം യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.